Hello everyone and welcome back to another class on CSEMA Foundation Financial Statement. So till previous class, we had discussed how to work out the financial statement of a non-manufacturing entry, meaning a trading industry or a service industry. കൂടുതലും trading industry യുടെ കാഴ്ചപ്പാടിലാണ് നമ്മൾ ചെയ്തത്. Wherein you are selling products. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ്. അതും ഇറ്റ്സ് സിമിലർ ടു വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ the previous chapter non-manufacturing entities with an exemption of an additional ledger that you have to prepare, which is called manufacturing account. Yeah. Since these entities are into producing a good, നമ്മൾ അവർക്ക് ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് സ്പെഷ്യലി പ്രിപ്പയർ ചെയ്യും along with the other three statements. What are the other three statements? You will still have trading account, profit and loss account, and balance sheet. അപ്പോൾ ഈ മൂന്നും നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. വാട്ട് വി ഹാവ് ലേൺഡ് ഇൻ നോൺ മാനുഫാക്ചറിങ് യൂണിറ്റ്. അഡീഷണൽ ആയിട്ട് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ട് മാത്രമാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാൻ ഉള്ളത്. സോ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മാനുഫാക്ചറിങ് അക്കൗണ്ട് വഴി യു ആർ ഗോയിങ് ടു അറൈവ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അതായത് ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ എത്ര കോസ്റ്റ് ഞാൻ ഇൻകർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് തരുന്നത്. ഇത് കൂടുതലും അസിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോർ എ ക്രോസ് ചെക്ക് ടു യുവർ കോസ്റ്റ് റെക്കോർഡ്സ്. അതായത് എത്ര രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത് എന്നൊക്കെ അറിയാൻ ഒരു കോസ്റ്റ് റെക്കോർഡ്സും പല മാനുഫാക്ചറിങ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫോളോ ചെയ്യുന്ന കമ്പനീസിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ കാണും. അപ്പോൾ ആ കോസ്റ്റ് റെക്കോർഡ്സുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യും. For all those cost elements to be recorded and verified, അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട്. Whereas trading account is not going to give you cost of goods manufactured, but it is going to give you the gross profit. Yeah. So even for a manufacturing unit, even though you have an additional manufacturing account, gross profit ആ ബിസിനസിന്റെ കണ്ടുപിടിക്കാൻ പോകുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെയാണ്. അഡീഷണലി പ്രിപ്പയർ ചെയ്യുന്ന മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എത്ര രൂപ ചെലവാക്കിയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So in that instance, we'll add on one more point that in manufacturing account you are talking about only raw materials and work in progress. Finished goods, even manufacturing entry, the finished goods in the details എല്ലാം എവിടെ തന്നെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. It is only in trading account because നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്, മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിന്റെ കോസ്റ്റ്. ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ചെയ്തതിന് ശേഷമുള്ള ഔട്ട്പുട്ടാണ്. സോ ആ ഔട്ട്പുട്ടിന്റെ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലായിരിക്കും കാണിക്കുന്നത്. മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ റോ മെറ്റീരിയൽ വാങ്ങിച്ച് അതിനെ ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെലവുകൾ വരുന്നു, അതിന് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള സ്റ്റേജ് വരെ എത്തിയാലും എത്ര ചെലവ് ഇൻകർ ചെയ്തു, ഇത് രണ്ടും മാത്രം പ്രസന്റ് ചെയ്യാനാണ് മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ മാനുഫാക്ചറിങ് എൻറ്റിറ്റിയുടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം എവിടെ തന്നെയായിരിക്കും, ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെ ആയിരിക്കും. സോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് എന്നായിരിക്കും. പക്ഷെ ഫിനിഷ്ഡ് ഗുഡ് സ്പെസിഫിക്കലി എഴുതേണ്ട കാര്യമില്ല. ബൈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതുന്നതും ഇറ്റ്സ് അബൌട്ട് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനി ഇഫ് അറ്റ് ഓൾ ദേ ആർ പർച്ചേസിങ് എനി അഡീഷണൽ ഫിനിഷ്ഡ് ഗുഡ് ആയിട്ട് തന്നെയുള്ള എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പർച്ചേസസ് ആയിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ആൻഡ് സെയിലിൽ അൾട്ടിമേറ്റ്ലി ഈ ഫിനിഷ്ഡ് ഗുഡ് റോ മെറ്റീരിയൽ വാങ്ങിച്ചു വർക്ക് ഇൻ പ്രോഗ്രസ് ആക്കി ഫിനിഷ്ഡ് ഗുഡ് ആക്കി വിൽക്കുന്ന ഇൻഫർമേഷൻ ആയിരിക്കും നമ്മൾ റെക്കോർഡ്. അങ്ങനെ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തിലേക്ക് എത്തും, വി വിൽ അറൈവ് അറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ബട്ട് ഈ പർച്ചേസസ് ഔട്ട്സൈഡ് ക്രെഡിറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ഡയറക്ട്ലി ട്രേഡ് ചെയ്യാൻ ഒരു സാധനം വാങ്ങിച്ചില്ലെങ്കിൽ യു വിൽ ഓൺലി ഹാവ് ദീസ് ത്രീ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് ഇല്ല. ഈ ഫിനിഷ്ഡ് ഗുഡ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിച്ചത് ആരൊക്കെയാണ്, റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും. അതിന് കുറെ ചെലവുകളും വന്നു. ആ ചെലവുകളുടെ ലിസ്റ്റ് എല്ലാം നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഫ്രം മാനുഫാക്ചറിങ് അക്കൗണ്ട് യു വിൽ ട്രാൻസ്ഫർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ആസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പേരെഴുതി. സോ ഇതിനകത്ത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത പർച്ചേസസും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വരും. സോ ഫിനിഷ്ഡ് ഗുഡ് നമ്മളുടെ കയ്യിലുണ്ട്, മാനുഫാക്ചറിങ് അക്കൗണ്ട് വഴി കിട്ടിയ കോസ്റ്റ് നമ്മളുടെ കയ്യിലുണ്ട്, എന്നിട്ടാണ് നമ്മൾ സെയിൽസിലേക്കും ക്ലോസിംഗ് സ്റ്റോക്കിലേക്കും പോകുന്നത്.
then you will arrive at the gross profit. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് നോട്ട് അബൌട്ട് ഹൗ ടു പ്രസന്റ് ഇറ്റ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം അറിയുക. ഇനി മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ കിട്ടുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? യു ഹാവ് ടു ട്രാൻസ്ഫർ ഇറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ട്രേഡിംഗ് അക്കൗണ്ട് സാധാരണ പോലെ തന്നെ ചെയ്താൽ മതി, നേരത്തെ പഠിച്ച ചാപ്റ്റർ പോലെ തന്നെ. വിത്ത് ആൻ ഓൺലി എക്സെപ്ഷൻ ചിലപ്പോൾ പർച്ചേസ് കാണില്ല, അങ്ങനത്തെ വേരിയേഷൻസ് മാത്രം മതി. P&L അക്കൗണ്ട് രണ്ട് സ്ഥാപനങ്ങൾക്കും ഒരേപോലെയാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ എവിടെ കാണിക്കാൻ പോകുന്നു? P&L balance sheet also will be same. So minute difference ഉള്ളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ആ ലെഡ്ജറിന്റെ പേരോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ഐറ്റംസിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ മാത്രമേ ട്രേഡിംഗിൽ വരികയുള്ളൂ. ഈ ചാപ്റ്ററിൽ മാനുഫാക്ചറിംഗ് അക്കൗണ്ട് വഴി കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ എങ്ങനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So let us open manufacturing account. ഇനി മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ വരുന്നത് ഏതൊക്കെ കോസ്റ്റ് ആണ്? മാനുഫാക്ചറിംഗ് അക്കൗണ്ടിൽ വരാൻ സാധ്യതയുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണ്? വൺ ഇസ് യു വുഡ് ഹാവ് പർച്ചേസ്ഡ് റോ മെറ്റീരിയൽ, അത് പർച്ചേസ് ചെയ്ത് കാണും, എന്നിട്ട് അതിന്മേൽ കുറെ പ്രോസസ്സിംഗ് നടത്തി കാണും, എന്നിട്ടായിരിക്കും അത് വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്കും അൾട്ടിമേറ്റ്ലി ഫിനിഷ്ഡ് ഗുഡ്സിലേക്കും മാറുന്നത്. So in manufacturing account, the first thing that you are going to record is raw material consumption. എത്ര raw material ഒരു വർഷം നിങ്ങൾ കൺസ്യൂം ചെയ്തു? കൺസ്യൂം ചെയ്തു ഉദ്ദേശിക്കുന്നത് അടുത്ത സ്റ്റേജ് ആയ വർക്ക് ഇൻ പ്രോഗ്രസ്സിലേക്കോ ഫിനിഷ്ഡ് ഗുഡിലേക്കോ മാറിയത് എന്തൊക്കെയാണ്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? യു മൈറ്റ് ഹാവ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഫ്രം പ്രീവിയസ് ഇയർ. അതിൻ്റെ കൂടെ ഈ വർഷം നിങ്ങൾ കുറച്ച് റോ മെറ്റീരിയൽ പർച്ചേസും ചെയ്ത് കാണും പുതിയ പ്രൊഡക്ഷന് വേണ്ടി. ഇത് രണ്ടുമാണ് ഐഡിയലി സ്പീക്കിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് മാറേണ്ടതും അൾട്ടിമേറ്റ്ലി ഫിനിഷ്ഡ് ഗുഡ് ആയിട്ടും. പക്ഷേ ഇത് മുഴുവൻ നിങ്ങൾ റോ മെറ്റീരിയലും ആ വർഷം യൂസ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഹാവ് സംതിങ് കോൾഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ. ദെൻ ദാറ്റ് മീൻസ് ദ അഡ്ജസ്റ്റഡ് ഫിഗർ ആഫ്റ്റർ ഫോളോയിങ് ദീസ് ഫോർമുല ഇസ് വാട്ട് the consumption of raw material would be. അതായത് യൂണിറ്റ്സ് വൈസിലും കോസ്റ്റ് വൈസിലും അത്രയും റോ മെറ്റീരിയൽ ആയിരിക്കും ഒരു വർഷം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക പ്രോസസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ. അതിനെയാണ് റോ മെറ്റീരിയൽ കൺസംഷൻ എന്ന് പറയുന്നത്. Raw material consumption, that will be the first thing or first cost that you are going to record in manufacturing account. Then you will have direct manufacturing wages. അതായത് മാനുഫാക്ചർ ചെയ്യാൻ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറെ ദിവസ കൂലിക്കാരല്ലേ ലേബറേഴ്സിനെ വേണം. അവർക്ക് നിങ്ങൾ ദിവസവും കൊടുക്കുന്ന, നിങ്ങൾ അവസാനം ഒരു മാസം കൂടുമ്പോഴായിരിക്കും കൊടുക്കുന്നത്, പക്ഷെ കമ്പ്യൂട്ടേഷൻ വരുന്ന ഓരോ ദിവസവും ഇത്ര മണിക്കൂർ അവർ ജോലി ചെയ്തതിനായിരിക്കും. സോ അങ്ങനെയുള്ള ചെലവുകൾ അല്ലെങ്കിൽ ലേബേഴ്സിന് കൊടുക്കുന്ന ആ പേയ്മെന്റ് നമ്മൾ ഒരിക്കലും സാലറി എന്നല്ല പറയുന്നത്, പകരം വേജസ്. It is daily wages എന്ന് നമ്മൾ പറയും. So our daily wages are direct expenses because without the help of those laborers you will not be able to produce the finished good. So therefore manufacturing and assist ചെയ്യുന്ന laborers-ന് കൊടുക്കുന്ന wages എന്താകും? Cost of goods manufactured-ന്റെ ഒരു ഭാഗമാകും. Then we have direct manufacturing expenses. വേറെ എന്തെങ്കിലും expenses ഉണ്ടെങ്കിൽ direct manufacturing expenses other than material or wages. ഇപ്പം നമ്മൾ റോ മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞു, അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ് ആക്കാൻ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന വേജസിനെ കുറിച്ചും പറഞ്ഞു. ഇതല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് വരികയാണ് വിച്ച് ആർ നെസസറി ടു എൻഷുർ ദാറ്റ് യു ഹാവ് ടു necessary to ensure that production is complete എങ്കിൽ അതിനെയാണ് ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് റോയൽറ്റിയും ഹയർ ചാർജുമാണ്. അതായത് ഇമാജിൻ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു പ്രത്യേക ടെക്നോളജി ഉപയോഗിച്ച് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് വെക്കുക. ആൻഡ് ആ ടെക്നോളജിക്ക് ഓൾറെഡി പേറ്റന്റ് എടുത്ത് അല്ലെങ്കിൽ ആ ടെക്നോളജി കണ്ടുപിടിച്ച ഒരാളുണ്ട്.
അപ്പോൾ അയാളുടെ ആ ടെക്നോളജി നമുക്ക് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ദാറ്റ് വിൽ ബി അഗൈൻസ്റ്റ് ദ ലോ. സോ നമ്മൾ എന്ത് ചെയ്യും? അയാളോട് ആവശ്യപ്പെടും, ക്യാൻ ഐ യൂസ് യുവർ ടെക്നോളജി. അപ്പോൾ അതിന് പകരം അയാളുടെ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നതിന് പകരം we give them something called royalty. ഇപ്പൊ നിങ്ങൾ മ്യൂസിക് ആൽബത്തിനോ അല്ലെങ്കിൽ സിനിമ ഫീൽഡിലോ ഒക്കെ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, അവരുടെ ലിറിക്സ് അല്ലെങ്കിൽ അവരുടെ പാട്ട് നമ്മുടെ മൂവിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ആൽബത്തിലേക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് റോയൽറ്റി കൊടുക്കേണ്ടി, അതായത് അവരുടെ എഫേർട്ട് എടുത്ത് അവർ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അവർ ക്രിയേറ്റ് ചെയ്തൊരു സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദേ ആർ അറ്റ് എ ലോസ്. ആക്ച്വലി നമ്മളാണ് അതിൽ നിന്ന് ലാഭം എടുക്കാൻ പോകുന്നത്, അല്ലേ? സോ വൈ ഷുഡ് ദേ give away their effort in finding out this new technology or new thing? അതിന് അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു ഇൻകം ചാർജ് ചെയ്യും. അവർക്കത് ഇൻകമാണ്, നമ്മൾക്കത് ചെലവാണ്. അതിനെയാണ് റോയൽറ്റി എന്ന് പറയുന്നത്. സോ ഈ റോയൽറ്റി ചാർജ് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആകുന്നത്? വിത്തൗട്ട് പേയിങ് ദിസ് റോയൽറ്റി, ഇഫ് യു മാനുഫാക്ചർ, you might not first of all know the actual technology. നിങ്ങൾക്ക് ബിറ്റ്സ് ആൻഡ് പീസസ് അറിയുള്ളൂ, മുഴുവൻ എങ്ങനെയാണ് ടെക്നിക്ക് എന്നുള്ള ചിലപ്പോൾ അറിയില്ലായിരിക്കും. ഇനി രണ്ടാമത്, അതെല്ലാം അറിയാമെങ്കിലും നിങ്ങളത് യൂസ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ഒരു കേസ് വരാം. The person who has found out the technology can file a suit or case against you, and you are definitely going to lose it, and then you are going to pay this amount. So royalty ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടെക്നോളജി അവൈലബിൾ ആയിരിക്കില്ല lawfully to produce a product. So therefore അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും റോയൽറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അതും ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസ് ആണ്. അതിനോടൊപ്പം ഹയർ ചാർജസ്, അതായത് നിങ്ങൾക്ക് കുറേ മെഷീനറി വേണം. ഈ മെഷീനറി ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും, അതായത് കോടികൾ വിലയുള്ള മെഷീനറി ആയിരിക്കും. അപ്പോൾ അതിലും ലാഭം നിങ്ങളത് ഹയർ ചാർജിൽ, അതായത് ഹയർ പർച്ചേസിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. ആ ഉപയോഗിക്കുന്നതിന് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ കൊടുത്തുകൊണ്ടിരിക്കും, അലോങ് വിത്ത് ഇൻട്രസ്റ്റ്. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പണ്ട് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, വിച്ച് ഇസ് കോൾഡ് ഹയർ ചാർജസ്. അപ്പോൾ ഹയർ ചാർജസും നിങ്ങൾക്ക് എന്ത് തന്നെയാണ് ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്. ബിക്കോസ് ഈ ഹയർ ചാർജസ് നിങ്ങൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? higher charges for use of a plant and machinery that is going to assist you in preparing or producing the desired finished product. അപ്പോൾ ഈ ഹയർ ചാർജസ് കൊടുത്ത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല? ഫിനിഷ്ഡ് ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയില്ല. സോ ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസിന്റെ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് എക്സ്പെൻസസ് ഇതൊക്കെയാണ്, റോയൽറ്റി ആൻഡ് higher charges. Then we have indirect manufacturing expenses or manufacturing overhead. What are those? Indirect manufacturing expenses or manufacturing overheads. അതായത് നമ്മൾ ട്രേഡിംഗ് P&L ഫോർ എ നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റി പറഞ്ഞപ്പോൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം P&L ഇടണമെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ഇപ്പോൾ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്? or overheads. ഈ overheads കോൺസെപ്റ്റ് നിങ്ങൾ in your inter level costing ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. Overheads are also one type of expenses which are not directly related to production, but indirectly it is related to production, because if that overheads are not incurred, ultimately നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാതാണ്. പക്ഷെ അത് ഡയറക്റ്റ് പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള എക്സ്പെൻസുകൾ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ which are indirectly assisting in production, then they are termed as indirect manufacturing expenses. അതിൽ വരുന്നതാണ് indirect manufacturing or indirect materials, indirect wages or laborers, and indirect expenses. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്യുന്നു, അതിനുവേണ്ടി ആ പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷന്റെ സമയത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നു, അല്ലെങ്കിൽ സം ഡിഫോൾട്ട് ഹസ് ഹാപ്പൻ. അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ച് സ്പെയർസ് ആവശ്യമാണ്, അല്ലെങ്കിൽ കുറച്ച് സ്ക്രൂവും നട്സും ഒക്കെ ആവശ്യം വന്നു. അതെല്ലാം നിങ്ങൾ കൺസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് വെരി മെറ്റീരിയൽ എമൗണ്ട് ഓഫ്, ചിലപ്പോൾ 10 രൂപ 20 രൂപ 30 രൂപ, വളരെ കമ്പാരിറ്റീവ്ലി ലോവർ എമൗണ്ട് ആണ്. ആ എമൗണ്ട് ആ ഒരു ചേഞ്ച് ഒന്നും അല്ലെങ്കിൽ റിപ്പയർ ഒന്നും അതിൽ വരുത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെഷീനറി പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ മെഷീനറി റിപ്പയർ ചെയ്യാൻ നിങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ that will be indirect material which are going to help you in ultimately producing the desired finished
finished product. ഇനി ഇൻഡയറക്റ്റ് വേജസ് ആരാണ്? ആ സ്ക്രൂവും നട്ടും ഒക്കെ ഫിറ്റ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് റെഡി ആക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ 2 ആൾക്കാരുടെ ആവശ്യം വന്നിരിക്കും. അവർക്ക് കൊടുക്കുന്ന ദിവസക്കൂലിയും is also a part of manufacturing expenses, but is it direct? No, it is indirectly going to help you by making the plant and machinery ready for you to start producing. Indirect expenses, അങ്ങനെ ഏതെങ്കിലും എക്സ്പെൻസസ് ഇൻഡയറക്ട്ലി വരുന്നുണ്ട്. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിച്ചൊരു ചെറുതായിട്ട് പറഞ്ഞൊരു കാര്യം ഡിപ്രിസിയേഷൻ. അതായത് ആ പ്ലാന്റ് ആൻഡ് മെഷീനറി അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൺലി ഫോർ പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ ആ പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസിന്റെ രൂപത്തിൽ മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. Depreciation chapter പഠിച്ചപ്പോൾ there was one small point which we had discussed, that depreciation also is assisting us to, അതായത് correct computation of depreciation also assists us in finding out the true cost of production. Reason is this: a true cost of production എങ്ങനെയാണ് വരുന്നത്? ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അല്ലെ ഓവർഹെഡ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയുന്ന ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആർ നത്തിങ് ബട്ട് നമ്മൾ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാൻ പോകുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വേണ്ടിയുള്ള depreciation charges. അല്ലാതെ നിങ്ങൾക്ക് ഒരു മോട്ടോർ കാർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിനുവേണ്ടിയുള്ള ഡിപ്രിസിയേഷൻ എല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് P&L വരും. പക്ഷെ മാനുഫാക്ചറിങ്ങിന് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് വരുന്ന ഡിപ്രിസിയേഷൻ നിങ്ങൾ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് മാനുഫാക്ചറിങ് അക്കൗണ്ടിലേക്കായിരിക്കും ആഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ gist of costs that are going to be reflecting in manufacturing account. ഇതിന്റെ തിയറി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ ആണ്. വെരി സ്മോൾ ചാപ്റ്റർ, യു ക്യാൻ റീഡ് ഇറ്റ്. Then there is another concept that you have to know, that while producing a finished product that you are desiring to produce, finished goodiലേക്ക് നിങ്ങൾ എത്താൻ ചെല്ലുമ്പോൾ there could be some products that would have been produced as a result of this finished good production. നിങ്ങൾ ആഗ്രഹിച്ചത് ചിലപ്പോൾ ഫിനിഷ്ഡ് ഗുഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഷുഗർ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. ഷുഗർ ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിച്ചത്. അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ അതിനുള്ള റോ മെറ്റീരിയൽ എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് ആ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇത് ചെയ്യുന്നത് കാരണം ഒരു അഡീഷണൽ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് മൊളാസസ്. അത് നിങ്ങളുടെ ഇന്റൻഷൻ ആയിരുന്നില്ല മൊളാസസ് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. ഷുഗർ ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടത്. ആ ഷുഗറിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ഓരോ ആക്ടിവിറ്റിയും ചെയ്തപ്പോൾ അതിന് റിസൾട്ട് ആയിട്ട് മറ്റൊരു പ്രോഡക്റ്റും കൂടെ ക്രിയേറ്റ് ആയി, which is nothing but molasses, and these will be known as byproducts because they were not the intended final product. Intended final product was sugar, which we can term as the main product. A main product produce ചെയ്ത് വന്നപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് വന്ന ഒരു അഡീഷണൽ പ്രോഡക്റ്റ് ആണ് ബൈ പ്രോഡക്റ്റ്. ആൻഡ് ജനറലി ബൈ പ്രോഡക്റ്റിന് ഒരു കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിനു വേണ്ടി ഒരു കോസ്റ്റും ഇൻകർ ചെയ്യുന്നില്ല. ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച റോ മെറ്റീരിയലും വേജസും ഒക്കെ തന്നെയാണ് ഈ മൊലാസസ് എന്ന് പറഞ്ഞ ബൈ പ്രോഡക്റ്റും ഇൻകർ ചെയ്യുന്നത്. അഡീഷണൽ ₹1 പോലും ഇതിനു വേണ്ടി നമ്മൾ മുടക്കുന്നില്ല. ഷുഗർ ക്രിയേറ്റ് ചെയ്ത് വന്നപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ബൈ പ്രോഡക്റ്റ് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ദെയർഫോർ ഈ ബൈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അനാലിസിസ് അല്ലെങ്കിൽ കോസ്റ്റ് കമ്പ്യൂട്ടേഷൻ പലപ്പോഴും ഡിഫിക്കൽട്ട് ആണ്. Therefore, molasses-നെ നമ്മൾ വാല്യൂ ചെയ്യുന്നത് generally on net realizable value. Yeah, net realizable value. And the ideal way to present this net realizable value is, even though it's a byproduct, you can still sell it in the market. വളരെ വലിയ എമൗണ്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയ മീഗർ എമൗണ്ട് എങ്കിലും നിങ്ങൾക്ക് പല ബൈ പ്രോഡക്ട്സിൽ നിന്നും കിട്ടും അല്ലേ. അപ്പോൾ ആ ബൈ പ്രോഡക്ട്സിൽ നിന്ന് കിട്ടാൻ പോകുന്ന നിങ്ങളുടെ ആ amount is going to adjust or reduce the cost of goods manufactured. നിങ്ങളപ്പോൾ പറയുകയാണ് ₹100 മുടക്കിയാണ് നിങ്ങൾ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മൊലാസസ് കിട്ടിക്കാണും. അത് മാർക്കറ്റിൽ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ₹10 കിട്ടുകയാണ്. അപ്പം നമ്മൾ പറയുകയാണ് ഷുഗറിന് വേണ്ടി മുടക്കിയ പൈസ ശരിക്കും 100 അല്ല, 100ൽ നിന്ന് ഈ ₹10 നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടി. ബാക്കി ₹90
പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് വന്നുള്ളൂ. സോ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന പ്രോഡക്ട്സിന്റെ നെറ്റ് റിയലൈസബിൾ വാല്യൂ അല്ലെങ്കിൽ സെയിൽ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എത്രയാണ് അത് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിൽ നിന്ന് കുറയ്ക്കും ഇൻ മാനുഫാക്ചറിങ് അക്കൗണ്ട്. സോ ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഇൻ മാനുഫാക്ചറിങ് അക്കൗണ്ട്. സോ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വിൽ ബി റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. റോ മെറ്റീരിയൽസ് കൺസ്യൂംഡിന് ബ്രാക്കറ്റിൽ അല്ലെങ്കിൽ ഇന്നർ കോളത്തിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, ആ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു കമ്പ്യൂട്ടേഷൻ വന്നിരിക്കും. അതോടൊപ്പം യു വിൽ ഹാവ് ഡയറക്റ്റ് വേജസ്, നമ്മൾ പറഞ്ഞ ആ കോസ്റ്റുകളൊക്കെ. ദെൻ യു വിൽ ഹാവ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ യു വിൽ ഹാവ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു, ഇൻഡയറക്റ്റ് എക്സ്പെൻസിനകത്തും ഇൻഡയറക്റ്റ് വേജസ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ് ഓർ ഓവർഹെഡ്സ് വിൽ ബി ദെയർ. അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിൾസ് ഒക്കെ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ റോ മെറ്റീരിയലിനെ കുറിച്ചും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളെ കുറിച്ചുമാണ് പറഞ്ഞത് അല്ലേ. പക്ഷെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ റോ മെറ്റീരിയൽ മാത്രമാണോ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? അല്ല, വർക്ക് ഇൻ പ്രോഗ്രസ് കൂടിയാണ്. സോ വർക്ക് ഇൻ പ്രോഗ്രസിനെ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്? Opening stock of work in progress will be taken to the debit of manufacturing account, and closing work in progress will be taken to the credit of work in progress. അങ്ങനെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയി മാറിയ പ്രോഡക്ട്സ് വേണ്ടി നമ്മൾ മുടക്കിയ പൈസയോ അല്ലെങ്കിൽ അതിൽ നിന്ന് വന്ന ഡിഫറൻസ് എല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ആയിക്കോളും ബൈ മിയർലി ഷോയിങ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക്. ബാക്കി ഇതിൽ ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്നതൊക്കെ റോ മെറ്റീരിയൽ മാനുഫാക്ചർ ചെയ്യുന്ന കോസ്റ്റ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ തന്നെ ഇതിനുള്ളിൽ എഫക്റ്റ് കയറി വന്നു. യെസ്, വർക്ക് ഇൻ പ്രോഗ്രസിന് ഈ ഒരു ട്രീറ്റ്മെന്റേ ഉള്ളൂ. യു ഷോ ഓപ്പണിംഗ് സ്റ്റോക്ക് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ബൈ പ്രോഡക്റ്റ് വരികയാണെങ്കിൽ ബൈ പ്രോഡക്റ്റ് generally at net realizable value, അതും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യും. And then after recording all these points, the result that you're going to get is the cost of goods manufactured, which will be transferred to trading account. ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. ബ്രാക്കറ്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറിന് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതി നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ടിൽ അപ്പോൾ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡെബിറ്റ് ചെയ്യാനിരുന്നത് അല്ലേ. ടു മാനുഫാക്ചറിങ് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അതിൻ്റെ കൂടെ വി വിൽ റൈറ്റ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്പെസിഫിക്കലി ഫിനിഷ്ഡ് ഗുഡ്സിന് ഡീറ്റെയിൽസ് ഉള്ളെങ്കിലും മാനുഫാക്ചറിങ് അക്കൗണ്ട് വഴി എഴുതുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഏതെല്ലാം കയറി വന്നിട്ടുണ്ട്? റോ മെറ്റീരിയലും വർക്ക് ഇൻ പ്രോഗ്രസും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കയറി വന്നു. അങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ റിസൾട്ട് ആയിട്ട് യു വിൽ അറൈവ് അറ്റ് ദ gross profit, and after that it is going to be similar to what you have already learned. Yeah, so this is what you will have to remember from this chapter. So let us take up questions. ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യനേ ഉള്ളൂ, അത് നമുക്കൊന്ന് work out ചെയ്യാം, and with that we will wind up this chapter. So illustration number 1, 1 lakh units were produced in a factory. Per unit material cost was 10 and per unit labor cost was 5. That apart, it was agreed to pay royalty at 3 per unit to the Japanese collaborator who supplied technology. Calculate manufacturing cost എന്നാണ് പറഞ്ഞിരിക്കുന്നത്. So material cost, illustration number 1. So material cost is 1 lakh units into 10 labor into 10 lakh labor cost അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ് എന്നോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. which was 1 lakh യൂണിറ്റിന് ഓരോ യൂണിറ്റിനും 5 രൂപ വെച്ചാണ് ചെലവായിരിക്കുന്നത്. so which means 5 lakh is the amount that you will pay as wages to different laborers.
then you have an additional expense in the nature of royalty. അപ്പോൾ നമ്മൾ പറഞ്ഞ royalty എവിടെ വരുന്നതാണ്? ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം ആ ഒരു റോയൽറ്റി കൊടുത്തില്ലെങ്കിൽ ജാപ്പനീസ് കൊളാബറേറ്ററിന്റെ കയ്യിൽ നിന്ന് ടെക്നോളജി കിട്ടില്ല. ടെക്നോളജി കിട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് പ്രോപ്പർലി നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റില്ല. സോ അതിനു വേണ്ടി നമ്മൾ 3 രൂപ പെർ യൂണിറ്റ് മുടക്കണം. സോ ഡയറക്റ്റ് manufacturing expenses, royalty, that is ഓരോ യൂണിറ്റിന് 3 രൂപ വീതം കൊടുക്കണം. സോ 3 lakh. Therefore total manufacturing cost. ഇത്രയും ഇൻഫർമേഷൻ നമ്മൾക്ക് തന്നിട്ടുള്ളൂ, അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ കൂടെ നിർത്താം. ഇഫ് വി ഹാഡ് ബീൻ ഗിവൻ ഇൻഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് അതെല്ലാം എടുക്കണമായിരുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്, ബൈ പ്രോഡക്റ്റ് എല്ലാം കൺസിഡർ ചെയ്യണം. ബട്ട് സിൻസ് ദോസ് ഇൻഫർമേഷൻ is not given, whatever is given will result in a manufacturing cost of 18 lakh rupees. Then let us take up. ഇതാണ് ഫോമാറ്റ് തന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Maintenance, depreciation, factoring cost, all those things. അപ്പോൾ നമ്മൾക്ക് illustration number 2 എടുക്കും. Mr. Vimal runs a factory which produces soaps. Following details were available in respect of his manufacturing activities for the year ended 31st March 2016. Opening work in progress under, closing work in process under, opening inventory, closing inventory of raw materials, purchases, higher charges of machine, higher charges of factory, direct wages contracted 0.8 and 0.4 per unit of work in progress, repairs and maintenance units produced 5 lakh. Prepare a manufacturing account for the year ended 31st March 2016. So let us take a step. In the books of Vimal, ഇനി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയും കൂടെ മാനുഫാക്ചറിങ് അക്കൗണ്ടിനുണ്ട്, which is you will record wherever information available of the units that are involved in each line item അല്ലെ each cost. അത് നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ടില്ല, പക്ഷെ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ എത്ര വാങ്ങിച്ചു ആ ഇൻഫർമേഷനും കൂടെ എമൗണ്ടിനൊപ്പം റെക്കോർഡ് ചെയ്യും. അതുകൊണ്ടാണ് 3 കോളം വന്നത് on each side. Particulars, units and amount, particulars, units and amount. So നമ്മൾക്ക് തരുന്ന ക്വസ്റ്റ്യനിൽ ഏതെല്ലാം ഇൻഫർമേഷനിൽ യൂണിറ്റ്സ് അവൈലബിൾ ആണോ അവിടെ മാത്രം അത് കൊടുത്താൽ മതി. But generally you will have to include all units information also. So opening work in progress നമ്മൾക്ക് പറഞ്ഞപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് എഴുതുന്നത്, but you can record at the start also. ഇങ്ങനെയും കുഴപ്പമില്ല. Opening work in progress debit സൈഡിലും closing work in progress credit സൈഡിലും വരുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാം. യൂണിറ്റ്സ് വന്നിട്ടുണ്ട് 10,000 and 16,000, 12,000 and 20,000. So to opening work in process 10,000 units in length and amount is 16,000. And credit സൈഡിലായിരിക്കും നമ്മൾ closing work in progress എഴുതുന്നത്. work in progress or work in process എങ്ങനെ വേണമെങ്കിലും അതിനെ വിളിക്കാം. So 12,000 and the amount is 20,000. So first line item നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ടുള്ള line itemത്തിലേക്ക് പോകാം, which is opening inventory of raw materials, closing inventory of raw materials and purchases. Yeah, so raw materials നമ്മൾ opening, closing and purchases അല്ല എഴുതുന്നത്, പകരം we record only the raw material consumed. സോ ഒന്നെങ്കിൽ അതൊരു വർക്കിംഗ് നോട്ട് ആയിട്ട് സെപ്പറേറ്റ്ലി കാണിച്ചോളുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിനുള്ളിൽ തന്നെ കാണിക്കാമെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ഫൈൻ. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് raw material plus purchases of raw material and minus closing stock of raw material. Amounts are 1,70,000, 1,90,000 and 8,20,000. 1,70,000, 8,20,000, 1,90,000 കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് ക്ലോസിംഗ് ബാലൻസ്. Therefore it is 9 lakh, sorry, it is
8 lakh rupees. അപ്പോൾ ഈ റോ മെറ്റീരിയൽ എത്ര യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് നമ്മളോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളെ യൂണിറ്റ്സ് കോളം ബ്ലാങ്ക് ആയിട്ട് വിടുന്നു. Then the next information available to us is higher charges of machine 0.6 per unit manufactured. അത് കഴിഞ്ഞിട്ട് higher charges of factory ഉണ്ട്. അപ്പം നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് പഠിച്ചത് റോയൽറ്റി എന്തെങ്കിലും ടെക്നോളജിക്ക് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും മെഷീനിന് വേണ്ടി, അതായത് പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്ന മെഷീനിന് വേണ്ടി എന്തെങ്കിലും ഹയർ ചാർജസ് ഉണ്ടെങ്കിലാണ്. ഇവിടെ പക്ഷെ രണ്ട് ഹയർ ചാർജസ് ഉണ്ട് അല്ലേ. സോ മെഷീന് വേണ്ടിയുള്ള ഹയർ ചാർജസ് വിൽ ബി കാറ്റഗറൈസ്ഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ബട്ട് വാട്ട് അബൌട്ട് ഹയർ ചാർജസ് ഓഫ് ഫാക്ടറി? That will be taken as part of indirect expenses, because ഫാക്ടറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെഷീൻ ചിലപ്പോൾ അവിടെ വെക്കാൻ പറ്റിയെന്ന് വരില്ല. മെഷീൻ അവിടെ വെച്ച് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ യു cannot ultimately produce the finished good. So it is not a direct expense but indirectly a cost to assist you in producing the finished product. So ഈ higher charges of factory indirect expensiന്റെ ലിസ്റ്റിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. higher charges direct expense. ഇനി ഡയറക്റ്റ് വേജസും ഉണ്ട്, അത് നമ്മൾക്ക് ആദ്യം അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാം, ബിക്കോസ് അതാണ് നമ്മൾ ഫ്ലോയിൽ എഴുതി വരുന്നത്. മെറ്റീരിയൽ, വേജസ് ആൻഡ് ദെൻ ഓവർ ഹെഡ്സ്. അപ്പോൾ ഹയർ ചാർജസ് അത് കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. സോ ഡയറക്റ്റ് വേജസ് amount is 0.8 per unit manufactured. Manufacture ചെയ്തിരിക്കുന്ന എത്രയാണ്? 5 lakh units എന്ന് പറയുന്നത്. So either you can show it in a column itself, 0.8 into 5 lakh plus 0.4 per unit of closing work in progress. Closing 12,000, so 0.4 into 12,000. This you can either show as a working note or within the statement itself. So our total wages is 4,04,800. So direct wages എഴുതി. ഇനി നമ്മൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് എഴുതാം. ഡയറക്റ്റ് മാനുഫാക്ചറിങ് എക്സ്പെൻസസ്, and that includes in this chapter question only higher charges. So direct manufacturing expense എന്ന് പറഞ്ഞു higher charges of machinery, അത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, not of factory. Higher charges of machinery 0.46 per unit manufactured. So 0.6 into 5 lakh. 0.6 into 5 lakh, which is 3 lakh rupees. Then let us continue reading the question. Ini higher charges of factory under repairs and maintenance under units produced കുറിച്ച് പറയുന്നത്. So higher charges of factory and repairs and maintenance will become part of. അപ്പോൾ ഈ repairs and maintenance specifically തന്നിരിക്കുന്ന കാരണം we can consider it to be a repair and maintenance of machine involved in production. Therefore indirect expense ആണ്. ആ റിപ്പയർ നടന്നില്ലെങ്കിൽ നമുക്ക് മെഷീൻ അവൈലബിൾ ആയിരിക്കില്ല പ്രൊഡക്ഷന് വേണ്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ it is an indirect expense. So indirect expense ആണ് higher charges of factory 2,20,000 and repairs and maintenance. So indirect manufacturing overheads എന്ന് ഇതിൽ പറയാം. ഓവർഹെഡ്സിനെ ഇങ്ങനെയും എഴുതാണ്ട് O/H എന്ന് എഴുതാം, ആൻഡ് ഓവർഹെഡ്സ് ഫ്ലോറിലായിട്ട് O/HS എന്ന് എഴുതാണ്ട്. ദാറ്റ് ക്യാൻ ഓൾസോ, ബട്ട് ജനറലി ഓവർഹെഡ്സിന് ഫുള്ളായിട്ട് കാണാം. എപ്പോഴെങ്കിലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓവർഹെഡ്സ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. higher charges of factory 2,20,000, repairs and maintenance 1,80,000. So that is 4 lakh rupees. So 4 lakh rupees കഴിയുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എല്ലാ ലൈനായിട്ടും എഴുതി. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരു പോയിന്റ് നമ്മുടെ ഫോർമാറ്റിൽ പറഞ്ഞ് ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. അതിവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല. തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ബൈ പ്രോഡക്റ്റിന് നെറ്റ് റിയലൈസബിൾ വാല്യൂ മാനുഫാക്ചറിങ് അക്കൗണ്ടിന് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം.
Now ultimately we have to find out the cost of production and the units is 5 lakh. So result ആയിട്ട് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് is nothing but by trading account നമ്മൾ credit സൈഡിലേക്ക് എഴുതി balancing figure ആയി nothing but the cost of production. അതിനു വേണ്ടിയുള്ള യൂണിറ്റ്സ് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലാണ് 5 lakh. അല്ലാതെ യൂണിറ്റ്സ് നമ്മൾക്ക് ഒരിക്കലും കമ്പയർ ചെയ്തൊന്നും എഴുതാൻ പറ്റണമെന്നില്ല. ഇറ്റ് കുഡ് ബി ഡിഫറെൻറ്റ് വേ ഓഫ് പ്രസൻറ്റിങ്. അപ്പോൾ യൂണിറ്റ്സ് തന്നിരിക്കുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ എഴുതുക. ഇനി അല്ല തന്നിട്ടില്ല, റോ മെറ്റീരിയൽ അതിൻ്റെയൊക്കെ യൂണിറ്റ്സ് തന്നിട്ട് മിസ്സിംഗ് ആയിട്ട് വെച്ചേക്കുകയാണെങ്കിൽ ദെൻ യു ക്യാൻ റൈറ്റ് യൂണിറ്റ്സ് ആസ് എ ബാലൻസിങ്. അതർവൈസ് തന്നിരിക്കുന്ന യൂണിറ്റ്സ് ആയിരിക്കും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ലൈൻ ഐറ്റത്തിൽ അവസാനം മാനുഫാക്ചർ ചെയ്ത് ഇത്ര എന്ന് പറഞ്ഞ് കാണിക്കുക. പക്ഷേ വാല്യൂ നമ്മൾ തന്നെ അറൈവ് ചെയ്യണം. സോ 16,000 പ്ലസ് 19,20,800. So our cost of production is 19,800,000 rupees. This will get transferred to the debit side of trading account as a next step. Yeah. So with that we complete question number or illustration number 2. Trading account 19,800,000. So ഇത്രേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ചെയ്യാവുന്ന വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. വി വിൽ വർക്ക്ഔട്ട് ഇല്ലസ്ട്രേഷൻ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ തനിയെ ചെയ്തോളുക. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾക്ക് പെട്ടെന്ന് നോക്കാം. Following are the manufacturing account, creditors account and trading account provided by Ms. Shivi related to 2016-17. There are certain figures missing from these accounts. Opening raw material opening, അതായത് നമ്മൾ raw material consumption ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ്, അതായത് ക്രെഡിറ്റേഴ്സിലേക്ക് ഈ വർഷം ഒരു എൻട്രി റോ മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? പുതിയതായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പർച്ചേസസ് എന്ന് എഴുതാതെ റോ മെറ്റീരിയലിനെയാണ് ഡെബിറ്റ് ചെയ്തിരിക്കുന്നത്. റോ മെറ്റീരിയൽ റെപ്രസെൻറ്റ്സ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ക്രെഡിറ്റ് വിൽ ഗോ ടു ദ പേഴ്സൺ ടു ഹൂം ഐ ഷുഡ് പേ ദ എമൗണ്ട്. സോ ദെയർഫോർ ക്രെഡിറ്റേഴ്സ്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഒരു 15 ലക്ഷം ഉണ്ടായിരുന്നു. ക്ലോസിംഗിൽ നമ്മൾ അവർക്ക് 22 ലക്ഷം കൊടുത്തു, എന്നിട്ടും 6 ലക്ഷം ബാക്കി ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. ദെൻ മാനുഫാക്ചറിങ് അക്കൗണ്ട്, റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് നമ്മൾ കണ്ടുപിടിക്കണം, വേജസ്, ഡിപ്രിസിയേഷൻ ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ബൈ ട്രേഡിംഗ് എത്രയും പോകുന്നു. ഇനി അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി വർത്ത് 10 lakh has been omitted. Machinery are chargeable at a depreciation rate of 10%. So നമ്മൾ മെഷീനറി വാങ്ങിച്ചപ്പോൾ അത് അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയെങ്കിൽ ഡിപ്രിസിയേഷൻ എടുത്തപ്പോൾ അത് മറന്നുപോയി കാണുമല്ലോ. അതെ. സോ ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഡിപ്രിസിയേഷൻ തെറ്റായിരിക്കണം. അത് നമ്മൾ റീകമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. അടുത്തത് വേജസ് ഇൻക്ലൂഡ് ദ ഫോളോവിങ്: പെയ്ഡ് ടു ഫാക്ടറി വർക്കേഴ്സ്, പെയ്ഡ് ടു ലേബർ അറ്റ് ഓഫീസ്. Then direct expenses include the following: electricity charges of 80,000, of which 30% pertain to office, fuel charges 20,000, freight inwards 35,000, delivery charges to customers 20,000. You are required to prepare revised manufacturing account and raw material account. So practical question number 2. നമ്മളോട് റിവൈസ്ഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട്, റിവൈസ്ഡ് മാനുഫാക്ചറിങ് അക്കൗണ്ട് ആൻഡ് റോ മെറ്റീരിയൽ അക്കൗണ്ട്. സോ റോ മെറ്റീരിയൽ അക്കൗണ്ട് നമ്മൾക്കൊന്ന് എഴുതി തുടങ്ങാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh മാത്രം നമ്മളുടെ കയ്യിലുണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh.
to creditors amount namalku ariyilla, we will have to compute. Then we have raw material consumed and closing stock of raw material. അപ്പോൾ ഈ ഒരു ലെഡ്ജർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻഫർമേഷനും വേണം. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റേഴ്സിനെ നമ്മൾക്ക് ഒരു വർക്കിംഗ് നോട്ട് വഴി ഓപ്പൺ ചെയ്യും. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്തൊക്കെയാണ്? വൈറ്റ് ബാലൻസ് 15 lakh, അതായത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടായിരുന്നു 15 lakh. Then we paid through bank in current year 22 lakh. And after this, I still have a closing balance of 6 lakh. How is that possible? That is because in current year, I have again purchased some raw materials from this creditor, isn't it? Where creditors related to ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ അഡീഷണലി അയാളുടെ കയ്യിൽ നിന്ന് കുറച്ചും കൂടി ഈ വർഷം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമാണ് അയാളുടെ ക്ലോസിംഗ് ബാലൻസ് ഈ 6 lakh വരാൻ പാടുള്ളൂ. അതിൻ്റെ അർത്ഥം ബൈ റോ മെറ്റീരിയൽ പർച്ചേസ് ബാലൻസിങ് ഫിഗർ ആയിട്ട് കണക്കാക്കുന്നത് ഈ വർഷം അഡീഷണലി വാങ്ങിച്ചത്, വിച്ച് ഇസ് 28 lakh minus 15 lakh, nothing but 13 lakh. Yeah. So if 13 lakh is the amount that I have purchased in current year, I can go ahead and post that in revised to raw material 13 lakh. Let a reference കൊടുക്കാം from working note 1 എന്ന്. ഇനി raw material എത്ര കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടുപിടിക്കണം അല്ലേ. So let us now go ahead and find the rest of the things. ഇത് രണ്ടും മിസ്സിംഗ് ആണ്. അപ്പോൾ രണ്ടും മിസ്സിംഗ് ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. So let us go ahead and see how can we deal with revised manufacturing account. ഇപ്പോൾ revised manufacturing account നോക്കിയാൽ നമ്മൾക്കറിയാം ട്രേഡിംഗ് ഇൻഫർമേഷൻ നമ്മൾക്ക് തന്നിട്ടുണ്ട്. വേജസ്, ഡിപ്രിസിയേഷൻ, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഈ മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ നമുക്ക് ഇപ്പോൾ പോയി ടോട്ടൽ ചെയ്താൽ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എമൗണ്ട് കിട്ടും. അത് കിട്ടിയാൽ റോ മെറ്റീരിയൽ അക്കൗണ്ട് പോയി പോസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ എടുക്കുന്നതിന് മുന്നേ തൊട്ട് താഴെ തന്നിട്ടുണ്ട് മാനുഫാക്ചറിങ്ങിൽ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന എക്സ്പെൻസുകൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് വേണ്ടി വരും, കുറച്ച് അഡീഷനും കുറച്ച് ഡിലീഷനും ഒക്കെ വേണ്ടി വന്നെന്നിരിക്കാം. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മാനുഫാക്ചറിങ് അക്കൗണ്ട് വഴി റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കാം. So let us prepare the revised manufacturing account. So revised manufacturing account debit balance will be raw material consumed. അത് സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ഉള്ളത് കാരണം ഇവിടെ നിന്നുള്ള എമൗണ്ട് ഡയറക്റ്റ്ലി എടുത്താൽ മതി. റിവൈസ്ഡ് മാനുഫാക്ചറിന് ഉള്ളിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല, അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ആയിട്ട് കാണിച്ചു. സോ ദിസ് എമൗണ്ട് ഇസ് എനിവേ പെൻഡിങ്. നൗ വി മൂവ് ഓൺ ടു ദ വേജസ് ഗിവൻ അല്ലേ. വേജസ് അടുത്ത് തന്നിരിക്കുന്നത് 3,50,000. പക്ഷേ വേജസിനകത്ത് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടി കൊടുത്തത് മാത്രമാണ് 3 ലക്ഷം, ബാക്കി 50,000 കൊടുത്തിരിക്കുന്നത് ലേബർ അറ്റ് ഓഫീസിനാണ്. അങ്ങനെയാണെങ്കിൽ will it be a wages for helping us in ultimately producing the finished good? No. Therefore, you cannot show entire 3,50,000 to മാനുഫാക്ചറിങ് അക്കൗണ്ട്. ബാക്കി 50,000 നിങ്ങളൊരു ഡെയിലി വേജസിന് ഓഫീസ് വർക്കിന് വേണ്ടി ഒരാളെ അപ്പോയിന്റ് ചെയ്ത് അയാൾക്ക് കൊടുക്കുന്ന വേജ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് വേണമെങ്കിൽ എടുക്കാം, ബട്ട് നെവർ ആസ് മാനുഫാക്ചറിങ് എക്സ്പെൻസ്. സോ വേജസ് യു വിൽ compute as 3 lakh rupees. The next expense in manufacturing account was depreciation. So depreciation, the amount given as in the മാനുഫാക്ചറിങ് അക്കൗണ്ട് ഇസ് 2 lakh. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഈ 2 lakh കിട്ടിയതിന് റീസൺ ആയിട്ട് ഒരു അഡീഷണൽ പർച്ചേസ് 10 ലക്ഷത്തിനുണ്ടായിരുന്നു, അത് ഒമിറ്റ് ചെയ്തു, അത് റെക്കോർഡ് ചെയ്തില്ല. അപ്പോൾ ആ മെഷീനറി ഇല്ലാതെയുള്ള ഒരു ഡിപ്രിസിയേഷൻ ആണ് 2 ലക്ഷം. So if that machinery is also included as a fixed asset, how much will be my depreciation? I have to charge an additional 10%. So depreciation will be 2 lakh already that you have computed plus
an additional depreciation on and machinery which was not recorded earlier, 10%. And if the dates are not given, you always have to assume that it is purchased from the start of the year. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ഒരു 10% അഡീഷണൽ ഡിപ്രീസിയേഷൻ കൂടെ വരും. അതായത് എൻ്റെ പുതിയ ഡിപ്രീസിയേഷൻ is 3 lakh rupees. Yeah. Then we had direct expenses. Direct expenses 2,44,000 ആയിരുന്നു മുഴുവനായിട്ടും ഉണ്ടായിരുന്നു. 2,44,000. പക്ഷെ അതിനും നമ്മൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. വാട്ട് ആർ ദ അഡ്ജസ്റ്റ്മെന്റ്സ്? 2,44,000 തന്നിട്ടുണ്ട്. Electricity charges of 80,000, of which 30,000 pertain to office. അതായത് 70% ഇലക്ട്രിസിറ്റി ചാർജ് മാത്രമാണ് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 80,000 മുഴുവൻ നമ്മൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ? ഇല്ല. യു വിൽ ഹാവ് ടു എലിമിനേറ്റ് that amount. So that maybe we can write as a working note. അത് നമ്മൾക്ക് ഒരു വർക്കിംഗ് നോട്ട് ആയിട്ട് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. So working note number 2, direct expenses. Now what all should be given as direct expenses depends on your comfort level. ഇപ്പം നിങ്ങൾക്ക് അതെല്ലാം ഈ ഒരു ട്രേഡിംഗ് മാനുഫാക്ചറിങ് അക്കൗണ്ടിൽ കാണിക്കാമെങ്കിൽ അങ്ങനെ ചെയ്താലും ഒരു വിരോധവും ഇല്ല. So electricity charges given is 80,000. Minus paid for office, which is 80,000 into 30%. So therefore, into 30%, 24,000. Okay, instead of showing it this way, I think direct expenses നിന്ന് കുറയ്ക്കുന്നതിനായിരിക്കും നമ്മൾക്ക് നല്ലത്. I'll start with that. Total direct expenses given 2,44,000. അല്ലെങ്കിൽ കുറേ ലെങ്തി ആയിരിക്കും ആൻസർ. Then we have electricity charges paid for office 80,000 into 30%, which is 24,000 rupees. അപ്പോൾ അത് കുറച്ചു. ഇനി അടുത്ത അഡ്ജസ്റ്റ്മെന്റ്സ് എന്തിനൊക്കെയാണ്? ഫ്യൂവൽ ചാർജസ് 20,000 പറയുന്നുണ്ട്. ഫ്യൂവൽ ചാർജസ് മെഷീനറിക്ക് വേണ്ടിയുള്ളതായിരിക്കണം അല്ലേ? മെഷീൻ എന്തായാലും പ്രവർത്തിക്കണമെങ്കിൽ യു നീഡ് ഇലക്ട്രിസിറ്റി ആൻഡ് സർട്ടൻ ഫ്യൂവൽ. സോ അതിനുള്ളതായിരിക്കും. അത് സ്പെസിഫിക് ആയിട്ടൊന്നും പറയാത്ത സ്ഥിതിക്ക് ഈ ഇലക്ട്രിസിറ്റി ചാർജ് പറഞ്ഞതുപോലെ ഓഫീസിന് വേണ്ടി ഇത്രയൊന്നും പറയാത്ത സ്ഥിതിക്ക് ഐ അസ്യൂം ഇറ്റ് ടു ബി എൻ എൻറ്റയർലി ഫോർ പ്രൊഡക്ഷൻ. സോ അത് റെഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ദാറ്റ് ഇസ് ഓക്കെ ടു ബി ആഡ് ആസ് ഡയറക്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് ഇസ് ഫ്രൈറ്റ് ഇൻവേർട്സ്. ഫ്രൈറ്റ് ഇൻവേർട്സ് നമ്മൾ പറഞ്ഞു നമ്മളുടെ ബിസിനസ്സിനുള്ളിലേക്ക് പ്രോഡക്ട്സ് എത്താൻ വേണ്ടി നമ്മൾ മുടക്കുന്ന ഫ്രൈറ്റ് ചാർജ് ആണ്. സോ ഐഡിയലി ദിസ് 35,000 വുഡ് ഹാവ് ബീൻ paid to ensure that raw materials purchase reaches my godown or office. അപ്പോൾ അതും പ്രൊഡക്ഷനെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആ റോ മെറ്റീരിയൽ ഒന്നും നമ്മുടെ ബിസിനസ്സിന്റെ ഗോഡൗണിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്രൈറ്റ് ഇൻവേർട്സും ഓക്കെ എക്സ്പെൻസ് ആണ്. അപ്പോൾ ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ് ആണ് indirect expense. That will go to only P&L. Yeah, not even trading account. Why freight outwards? Freight outwards വരുന്നത് എപ്പോഴും അല്ലെങ്കിൽ ക്യാരേജ് ഔട്ട്വേർഡ്സ് വരുന്നത് എപ്പോഴും നമ്മൾ വിൽക്കാനിരിക്കുന്ന പ്രോഡക്റ്റ് ഇപ്പം നമ്മളുടെ ഗോഡൗണിൽ നിന്ന് ചിലപ്പോൾ നമ്മളുടെ കസ്റ്റമറിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുകയായിരിക്കും. അതിനു വേണ്ടി മുടക്കുന്നതാണ് ഫ്രൈറ്റ് ഔട്ട്വേർഡ്സ്. ദാറ്റ് ഈസ് നോട്ട് an expense that you are incurring to ensure that the products are available or ready for sale. അത് സെയിൽ എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ അസിസ്റ്റ് ചെയ്യുന്നതാണ്. സോ നെവർ എ പാർട്ട് ഓഫ് ഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഫ്രൈറ്റ് ഇൻവേർഡ്സ് ആണെങ്കിൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. യു ക്യാൻ ടേക്ക് ഇറ്റ് ടു മാനുഫാക്ചറിംഗ്. ഡെലിവറി ചാർജസ് ടു കസ്റ്റമേഴ്സ്. ഇതാണ് നമ്മൾ ഫ്രൈറ്റ് ഇൻവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് എന്ന് പറഞ്ഞത്. അതിന് മറ്റൊരു പേര് തന്നേ ഉള്ളൂ. കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഡെലിവറി ചാർജ് ഇൻകർ ചെയ്തു 20,000. കസ്റ്റമറിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഇറ്റ് മീൻസ് സെയിലിന് വേണ്ടിയുള്ളൊരു എക്സ്പെൻസ് ആയിരുന്നു. So should delivery charge be considered as a direct expense? No. So therefore eliminate delivery charges incurred for customer, which is 20,000 rupees. So adum korchu kayinal baakiyulla expense aanu actual direct expenses, which is to manufacturing,
which is 2,44,000 minus 2,44,000 minus 24,000 minus 20,000. That is 2 lakh rupees. So direct expense revise kittiya sthithiku. Now we can go ahead and complete manufacturing account. So 2 lakh from working note number 2. Now trading account in the answer namalku already question il tannirunnu by trading account, and the amount was 17,94,000. So 17,94,000 നമ്മൾക്ക് കിട്ടിയത് ഇതിന് മുൻപുണ്ടായിരുന്ന എക്സ്പെൻസിന്റെ ലിസ്റ്റ് ഒക്കെ വന്നപ്പോഴാണ്. അപ്പോൾ when the expenses changed, wouldn't it affect the trading account balance? Yes. How does it affect the trading account balance? Wages 3,50,000 നിന്ന് 50,000 നമ്മൾ കുറച്ചു. അപ്പോൾ കുറയ്ക്കുമ്പോൾ when my expense this side reduces, what will happen to the credit side? This should also get reduced. 50,000. Depreciation, debit side നമ്മൾ കൂട്ടി, അതായത് എൻ്റെ കോസ്റ്റ് കൂടി. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകേണ്ട കോസ്റ്റും എന്ത് സംഭവിക്കണം? കൂടണം. To what extent? To the revised amount of 1 lakh. And what about direct expenses? Earlier you showed 2,44,000. അപ്പോൾ അത്രയും കോസ്റ്റ് കാണിച്ചുകൊണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ 17,94,000 വന്നത്. Now when I say direct expense is only 2 lakh, which means I have reduced or decreased the cost to the extent of 44,000. So that will also result in a decrease in my trading account balance, which is ultimately the cost of production. So therefore my revised trading like povenda cost is 18,20,000. Yeah. So if 18,20,000 is the actual amount of cost of production, then how much is my raw material consumed, which will be arrived as a balancing figure? 18,20,000 minus 3 lakh minus 3 lakh minus 2 lakh. That is 10,20,000. Yeah. Trading account compute irregular error under. I will just compute again. 17,94,000 plus 1 lakh minus 50,000 minus 44,000. It is actually only 18 lakh. So 18 lakh ആണ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകേണ്ട കോസ്റ്റ് എങ്കിൽ 18 lakh minus 3 lakh minus 3 lakh minus 2 lakh is only raw material consumed is only 10 lakh. Here, please make that correction. So if raw material consumed is 10 lakh, which I have found out, if I post it into raw material account, I'll get the closing stock of raw material as balancing figure, which is going to be 4 lakh rupees. Yeah. So with that, we complete this question. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് നല്ലപോലെ അറിയാമെങ്കിൽ മിസ്സിംഗ് ഫിഗേഴ്സ് ഇങ്ങനെ നമ്മൾക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മോഡൽസിലൊക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളൂ. ട്രേഡിംഗ് പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് പൊതുവെ നോൺ മാനുഫാക്ചറിങ് എൻറ്റിറ്റിയുടെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷെ എങ്ങാനും മാനുഫാക്ചറിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ചോദിച്ചാലും നിങ്ങൾ ചെയ്തിരിക്കുന്നത് തന്നെയാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഒരു പ്രത്യേകത വരും. മാനുഫാക്ചറിങ്ങിൽ നിന്നുള്ള ഈ ബാലൻസിങ് ഫിഗർ ആയിരിക്കും ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് നിങ്ങൾ കോസ്റ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനോടൊപ്പം ഫിനിഷ്ഡ് ഗുഡിന്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും സെയിലും പിന്നെ ഫിനിഷ്ഡ് ഗുഡിന് എന്തെങ്കിലും എക്സ്പെൻസ് എൻറ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആയിരിക്കും ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രേഡിംഗിൽ കാണിക്കാൻ പോകുന്നത്. ആൻഡ് ദെൻ യു വിൽ ഫൈൻഡ് ഔട്ട് ദ ഗ്രോസ് പ്രോഫിറ്റ് ഫ്രം ദാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് മൂവ് ഓൺ വിത്ത് P&L and balance sheet. Yeah. So with that, we will complete this chapter. And on a practical note, even though manufacturing account നമ്മൾക്ക് ഇങ്ങനെ പഠിക്കാനുണ്ടെങ്കിലും presently manufacturing concerns ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് പൊതുവെ പ്രാക്ടിക്കൽ വേൾഡിൽ മെയിൻറ്റെയിൻ ചെയ്യാറില്ല. ഇപ്പോൾ പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അങ്ങനെ അവർ മെയിൻറ്റെയിൻ ചെയ്തത്. ഇപ്പം presently in practical world ട്രേഡിംഗ് അക്കൗണ്ടിൽ തന്നെയാണ് മാനുഫാക്ചറിങ് കൺസേൺസും എല്ലാ റോ മെറ്റീരിയലും അതായത് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും എല്ലാം തന്നെ കാണിക്കുന്നത്. അതെല്ലാം കൂടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ സാധാരണ ട്രീറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുന്നേ ഉള്ളൂ. ബട്ട് ടു നോ അബൌട്ട് മാനുഫാക്ചറിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഈസ് ഓഫ് വർക്കിനൊക്കെ വേണ്ടി അത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റി ഒറ്റ ഒരു അടിക്ക് ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിലും ഇത് സെപ്പറേറ്റ് ഒരു കോൺസെപ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് പഠിക്കാൻ. സോ യു വിൽ ഹാവ് ടു ലേൺ. ബട്ട് മേ ബി വൺസ് യു സ്റ്റാർട്ട് ഡൂയിങ് ആർട്ടിക്കൽഷിപ്പ് or you once start practicing after becoming a CA or employment, you might not come across this manufacturing account because it is not much followed in present. Yeah, but you will have to learn it
and it is very simple. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ളൂ. So we will meet again with another small chapter very quickly. So till we meet again, stay safe and happy.